സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന കുട്ടികളോട്, ചെറുപ്പക്കാരോടൊക്കെ പറയട്ടെ, അവിടെ പെണ്ണിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയല്ല പഠിക്കാൻ പോകുന്നത്, പഠനം സുഗമമാകാനാണ്. അപ്പുറത്ത് പഠിക്കുന്ന സഹപാഠിനിയെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, പഠനാവശ്യങ്ങൾക്ക് വേണ്ടി നീ ഒരു ബന്ധപ്പെട്ടു എങ്കിൽ അതവിടെ നിർത്തണം. ആവശ്യമെങ്കിൽ അതിലപ്പുറം ഒരു നോട്ടമോ ഒരു സ്പർശനമോ ഒന്നും പാടില്ല. ഹറാമാണ്, തീർത്തും ഹറാമാണ്. കല്യാണ വീടുകളിൽ സ്കൂളിലെ ഫ്രണ്ട്, സ്കൂളിലെ കൂട്ടുകാരികൾ, ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് +2 വിഭാഗവും +1 വിഭാഗവും വന്ന് കോർത്തിണക്കിക്കൊണ്ട് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വേദിയൊരുക്കുന്നത് തീർത്തും ഹറാമാണ്. സഹോദരങ്ങളെ, പറയലാണല്ലോ നമ്മുടെ കടമ. നമ്മൾ ശ്രദ്ധിക്കണം, ഉപ്പമാര് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടിയുടെ റൂമിലേക്ക്, നമ്മളെ മകളെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് ആരാണ്? സ്കൂളിലൊപ്പം പഠിച്ചവർക്ക് ഇവിടെ എന്ത് പെർമിഷനാണ്? അവൾ ഇന്ന് മറ്റൊരാളെ ഭാര്യയായി പുറത്തിറങ്ങുന്നു. ആ റൂമിലേക്ക് ഇവർക്കൊക്കെ കയറി ചെല്ലാൻ പെർമിറ്റ് കൊടുക്കുന്ന ബാപ്പ അനാവശ്യത്തിൽ കുട്ടിയെ സഹായിക്കുന്ന ബാപ്പയാണ്. വേശ്യാവൃത്തിക്ക് കുട്ടിയെ സഹായിക്കുന്ന ബാപ്പയാണ്, ഉമ്മയാണ്. പാടില്ലത്. അതിനേക്കാൾ നല്ല അങ്ങാടി കൊണ്ടിട്ട് ഇങ്ങനെ ചരക്കായിട്ട് ഇങ്ങനെ പണയം വെക്കലേ നല്ലത്. കാണുന്നവരെ കണ്ടുപോയിക്കോളി, എന്തെങ്കിലും സംഭാവന നൽകിയോളി എന്ന് പറയല നല്ലത്. കാണുന്ന +1 +2 എന്ന് പറഞ്ഞ എല്ലാ വിഭാഗത്തിനും കയറി വന്ന് മറിഞ്ഞ് കൈയെടുത്ത് മുസാഫത്തേത് പോകാനുള്ളതാ. പാടില്ല സഹോദരങ്ങളെ, പാടില്ല. കാണാൻ പോകുന്ന ആണിന് തന്നെ കൈയെടുക്കാൻ പറ്റുമോ? ഒരു പെണ്ണിനെ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾ തീരുമാനിച്ച് കാണാൻ പോകൽ സുന്നത്തുണ്ട്. കാണേണ്ട ഭാഗങ്ങൾ കണ്ട് തിരിച്ചു പോരണം. സ്പർശിക്കാൻ പാടില്ല, ഹറാമാണ്. ഇനി ആരാ ഈ സ്പർശനത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്ന രീതിയിൽ ഒരു മിഠായി കല്യാണം ഉണ്ടാക്കിയതാരാ? സമൂഹത്തിൽ 6 വർഷം ഏർപ്പാട്. പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങൾ പോകും, അവർക്ക് പോലും സുന്നത്തുണ്ട്. എന്തിന്? ഒരാണ് നോക്കിയിട്ട് മറിയുന്നതിന് പരിധി ഉണ്ടല്ലോ. അപ്പൊ 5-6 പെണ്ണുങ്ങൾ വീട്ടിലെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ പോകും. ഇപ്പോഴുണ്ടല്ലോ നാട്ടിലത്, പോകും. അവര് പോയിട്ട് ഏകദേശം കണ്ടു ഉറച്ചു കാണുമ്പോൾ ഒരു സന്തോഷത്തിന് ഒരു മിഠായും കൊടുത്തു പോരും. അങ്ങനെയാണ് അത് ഉണ്ടായിരുന്നത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് രൂപം മാറ്റിയിട്ട് ഇതന്നെ ഒരു കല്യാണം. എന്നിട്ട് അതിന്റെ പേരെന്ത്? മിഠായി കല്യാണം. എന്നിട്ട് അതിനെന്താ പരിപാടി? ഈ പെണ്ണിനെ എങ്ങനെ രംഗപ്രവേശനം ചെയ്തിട്ട് ആണുങ്ങളൊന്നായിട്ട്, തലവന്മാരും മുതിർന്നവരും ഒക്കെ എല്ലാവരും ഹറാമിൽ സംബന്ധിക്കുന്നത്, ചെറുപ്പക്കാരൊന്നായിട്ട് വരിവരിയായി വന്ന് കൊടുക്കുകയാണ്. ഒരു വലിയൊരു കേക്ക് അവിടെ കൊടുക്കുമ്പോഴേ സംഗതി ഓർക്കുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള അനാചാരങ്ങളൊന്നും കെട്ടിപ്പൊക്കി ഉണ്ടാക്കരുത്. നമ്മുടെ വകയായിട്ട് ഒന്നും നാട്ടിൽ മോഡലായി വരരുത്. ശറഅ് അനുവദിച്ചതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കണം. സഹോദരങ്ങളെ, പരിധിയും പരിമിതിയും വെച്ചത് സുഗമമായ പരിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയാണ്. നോക്കാൻ പാടില്ലാത്തവരെ നോക്കരുത് എന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചത് നമ്മുടെ കണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമല്ല. കണ്ണ് റെഡിയായോ കൽബ് റെഡിയാണ്. കണ്ണ് ചീത്തയായോ കൽബ് മോശമായി പോയി. കണ്ണും കൽബും നല്ലൊരു ബന്ധമുണ്ട്. കണ്ണും കൽബും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത് ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, കാണാൻ പാടില്ലാത്തത് കാണുമ്പോ കണ്ണവർ ചിമ്മട്ടെ. കണ്ണ് ചിമ്മിയിട്ട് സ്വകാര്യ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അവരെ ഹൃദയത്തിനുള്ള ഏറ്റവും വലിയ വിശുദ്ധിയാണത്. കണ്ണ് ചിമ്മുന്നത്, അതുകൊണ്ട് സ്വകാര്യത സൂക്ഷിക്കുന്നത് വലിയ വിശുദ്ധിയാണ്. കണ്ട് തന്നെ പിന്നെയും കാണണമെന്ന് ആഗ്രഹിക്കുമ്പോ സ്പർശിക്കണമെന്ന് ആഗ്രഹം തോന്നും, സംസാരിക്കണമെന്ന് ആഗ്രഹം തോന്നും, ഒന്ന് അടുക്കണമെന്ന് തോന്നും. പിശാച് ബാക്കിയുള്ളതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കും. ജീവിതം താളം തെറ്റിപ്പോകും, അധർമ്മങ്ങൾ മാത്രമായി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അവിടെ പരിധിയും പരിമിതിയും വെച്ചത്. കാണാൻ പാടില്ലാത്തതിലേക്കൊരു നോട്ടം വന്നാൽ കണ്ണിന്റെ മൂടികളങ്ങ് ചിമ്മിയേക്കണം. ലുഖ്മാൻ